ഈ വരുന്നത് ധീരനായ ഒരു പോരാളിയാണ്. അരുണാചലിലെ ചരിത്രത്താളുകളിൽ ഇടം പിടിച്ച ഗോത്രവീരൻ. ഇദ്ദേഹം നമ്മളെ ഒരു ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. പക്ഷേ അങ്ങോട്ട് പോകണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടേണ്ടി വരും. ഇദ്ദേഹമാണ് നിഷി ഗോത്രവർഗക്കാരനായ അബു റഞ്ചോ. പ്രായം 70 കഴിഞ്ഞെങ്കിലും ധീരനായ ഒരു മനുഷ്യന്റെ എല്ലാ ലക്ഷണങ്ങളും ഇദ്ദേഹത്തിൽ പ്രകടമാകുന്നത് കാണാം. 2 മണിക്കൂറായി ഈ യാത്ര തുടങ്ങിയിട്ട്. യാത്രയിലുടനീളം അനുഭവപ്പെട്ട തടസ്സങ്ങളാണ് വൈകുന്നതിനുള്ള ഒരു പ്രധാന കാരണം. നമുക്കെത്തപ്പെടേണ്ടത് മെങ്കിയോയുടെ അതിർത്തി ഗ്രാമത്തിലേക്കാണ്. ഇത്രയും യാത്ര ചെയ്തിട്ടും ആശാൻ യാതൊരു ക്ഷീണവും കാണിക്കുന്നില്ല. അവസാനം നടുവൊന്ന് നിവർത്തുവാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി. എവിടെ ചെന്നാലും ബിജു അച്ഛന് നിറയെ പരിചയക്കാരാണ്. എനിക്ക് തോന്നുന്നില്ല നാട്ടിൽ ഇത്രയും പരിചയക്കാരുണ്ടാകുമോ എന്നത്. അച്ഛന് ഇവരുടെ ഭാഷ കൂടി അറിയാവുന്നതുകൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾക്ക് അച്ഛനെന്ന് വെച്ചാൽ ചങ്കാണ്. അച്ഛനും തിരിച്ച് അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ ഏലത്തിന്റെ ഒരു പ്രത്യേകത നല്ല പണിയാണ് ഇവർക്ക്. വർഷത്തിലൊന്നേ ഇനി ഈൽഡ് ഉള്ളൂ. വർഷത്തിൽ ഒരു പ്രാവശ്യം വിളവുള്ളൂ. തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 400 രൂപയാണ് വില എന്നാണ്. ഈ നമ്മുടെ ഏലമായിട്ട് ഇതിന് ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് പൊളിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തെ കുരുവാണെങ്കിലും ഭയങ്കര വലുപ്പമാണ്. പിന്നെ ഇതിങ്ങനെ രസമാണ്. നമ്മൾ ഈ ഒരുമാതിരി നമ്മുടെ കൊക്കോ കാ പോലെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ ഇവരിങ്ങനെ നല്ല മധുരമുണ്ടാവും. കുരു തുപ്പിക്കളയാം. വിലയുള്ള സാധനം നമുക്ക് തുപ്പിക്കളയത്തില്ലല്ലോ. നല്ല രസമാണ്. നല്ല മധുരം ഇതിങ്ങനെ വായിലിടാൻ വേണ്ടിയിട്ട്. ഒരെണ്ണം വെറുതെ ടെസ്റ്റിങ്ങിന് വേണ്ടി തിന്നുന്നേ ഉള്ളൂ കേട്ടോ. ഇവരുടെ കാശ് മുഴുവൻ കളയാൻ പറ്റിയല്ലോ. കേരളത്തിലേതാണെങ്കിൽ നല്ല ഇതിൻ്റെ തന്നെ പ്രധാനമായിട്ട് എസൻസിന് വേണ്ടിയിട്ടാണ്. നമ്മളിതിൻ്റെ അത്രയും മണമില്ല ഇതിന്. ഇവരിങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നതാണെങ്കിലും ഇപ്പോൾ വെറുതെ വെയിലത്ത് ഉണക്കുകയേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവർ ചേരയിലിട്ട് ചൂടാക്കിയിട്ട് ഉണക്കിയെടുക്കും. ഫുള്ളി ഓർഗാനിക്കാണ്. ഇതിനകത്ത് ഇവരൊരു വിഷം അടിക്കുന്നില്ല, മരുന്ന് വളമിടുന്നില്ല, ഒന്നുമില്ല. ഇത് ഫുള്ളി ഓർഗാനിക്കായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഇതിനെ ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതിനെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുവാണെങ്കിൽ പുറത്ത് നല്ല വില കിട്ടുന്നതാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇത് അതുപോലെ പുറത്ത് എത്തിക്കാനുള്ള സംവിധാനം ഇവർക്കാർക്കും ഇല്ല. അതുകൊണ്ടാണ് ഇവർക്ക് വില കിട്ടാത്തത്. അതുകൊണ്ട് 400 രൂപയെ ഇവർക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ. കുറച്ച് നമ്മുടെ വണ്ടിയെ 2-3 കെട്ട് അവരെടുത്ത് ഇട്ടിട്ടുണ്ട്. അത് അവിടെ വില്ലേജിൽ കൊണ്ട് ഇറക്കി കൊടുക്കാനാണ് അവർ. ഇതിനിടയ്ക്ക് ചായ തയ്യാറാക്കാനായി നിഷി ഭാഷയിൽ അച്ഛൻ ഇവരോട് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. അച്ഛനും അവർക്കും മാത്രം അറിയാവുന്ന അവരുടെ ഭാഷ. നിഷി ഭാഷയെന്നാണ് ഈ സംസാര ഭാഷ അറിയപ്പെടുന്നത്. ഇത് പാചകത്തിനായുള്ള കൂണ് ആണെന്ന് തോന്നുന്നു.
ഇവരുടെ ഗോത്രഭാഷ കേട്ടാൽ നമുക്കൊരു പിടിയും കിട്ടില്ലെന്നേ. Ahi pupu malang ala dito. എന്നാലും 2 വാക്കുകൾ പറയാൻ ഞങ്ങളും പഠിച്ചു. അലൈപ്പേരി, പിന്നെ എന്താണ്? അലൈപ്പ. അലൈപ്പേരി എന്ന് ചോദിച്ചാൽ സുഖമാണോ എന്നാണ്. മറുപടിയായി അലൈപ്പ എന്ന് പറഞ്ഞാൽ സുഖമാണ്. ഈ കൊടും തണുപ്പത്ത് നല്ല ചൂട് ചായ കിട്ടിയപ്പോൾ വലിയൊരു ആശ്വാസമാണ് തോന്നിയത്. ഈ വലിയ ഏലം ചാക്കിലാക്കുന്നത് നമ്മളിപ്പോൾ പോകുന്ന ഗ്രാമത്തിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോകുന്നതിനു വേണ്ടിയാണ്. അങ്ങനെ ചായ തന്നതിന് പായലിൻചോ, അതായത് താങ്ക്സ് പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഇവരൊക്കെ ഗ്രാമത്തിലേക്ക് പോകാനുള്ളവരാണെന്ന് തോന്നുന്നു. അവരിൽ ചിലർ ഞങ്ങളുടെ വാഹനത്തിലും കയറി. ഇപ്പോൾ നമ്മൾ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തിയെന്ന് ബിജു അച്ഛൻ പറഞ്ഞു. ആശ്വാസമേകുന്ന അച്ഛൻ്റെ വാക്കുകൾ. അങ്ങനെയാണ് അപ്പോൾ തോന്നിയത്. പക്ഷേ ഗ്രാമവാസികൾ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. വൻ സ്വീകരണമാണ് ഒരുക്കി കാത്തുനിന്നത്. പത്തിരുപത് വീടുകൾ ചേർന്ന സുന്ദരമായ ഒരു കൊച്ചു ഗ്രാമം. കുളും, അതാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. എങ്ങനെയുണ്ട്? സംഭവം കലക്കി. ഞങ്ങളിപ്പോൾ കുളുങ്ങൻ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് എത്തിയിരിക്കുന്നത്. ഈ കുളുങ്ങൻ്റെ വില്ലേജിൽ ഈ വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. ഈ വീടിൻ്റെ ഗൃഹനാഥനാണ് സഭാദോളു. ഈ വില്ലേജിലെ കാറ്റഗിസ്റ്റും കൂടിയാണ്. നമുക്ക് ഇന്ന് ഇവിടെ താമസവും കാര്യങ്ങളെല്ലാം പുള്ളി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പോവാം. അച്ഛനും സിസ്റ്റേഴ്സും എല്ലാവരും കൂടി കാറ്റക്കിസ്റ്റിന്റെ വീട്ടിൽ കയറിയപ്പോൾ ഞങ്ങൾ ക്യാമറയുമായി പരിസരത്തൊന്ന് കറങ്ങി. ഈ കൊച്ചുമിടുക്കൻ ഉണ്ടാക്കിയ വണ്ടിയാ. നമ്മുടെയൊക്കെ കുട്ടിക്കാലമാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ നല്ല തിരക്കിലായിരുന്നു. ഞങ്ങൾ തിരികെ കാറ്റക്കിസ്റ്റിന്റെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. നോക്കിയപ്പോഴല്ലേ സംഭവം. ഇവിടെ നമ്മൾ ഒരൈറ്റം ഈസിയായിട്ടുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ പോകുകയാണ്.
ആ അമ്മച്ചി അടുപ്പിൽ കത്തിച്ച് വൃത്തിയാക്കിയെടുക്കുന്നത് ഇരുമ്പിന്റെ വല കൊണ്ടുണ്ടാക്കിയ ഒരു സഞ്ചിയാണ്. ഈ ചേച്ചിമാർ ചോളം ഉതിർത്തെടുക്കുകയാണ്. ബാക്കി നമുക്ക് കണ്ടു നോക്കാം. ദേ, ഇത് നമ്മുടെ പോപ്കോൺ അല്ലേ? അടിപൊളി. എത്ര സിമ്പിളായിട്ടാണ് ഇവർ ഇതിവിടെ തയ്യാറാക്കിയത്. അവർ ആ മെറ്റലിന്റെ നെറ്റിൽ വീണ്ടും ചോളം നിറയ്ക്കുകയാണ് അടുത്ത പോപ്കോൺ സെറ്റാക്കാൻ വേണ്ടി. സംഭവം കിടുവായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പാക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റുമുണ്ട്. ഇതിന്റെ ചേരുവക എന്താണെന്നല്ലേ? താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും, മറക്കാതെ നോക്കണേ. ഇനി വീട്ടിൽ ഇതുപോലെ ഒരു നെറ്റിന്റെ സഞ്ചിയുണ്ടെങ്കിൽ കുട്ടികൾ സ്നാക്സ് ചോദിക്കുമ്പോൾ 2 മിനിറ്റ് എന്നും പറഞ്ഞ് നല്ല ഫ്രഷായിട്ട് ഇതുണ്ടാക്കി കൊടുക്കാമല്ലോ. പക്ഷേ ഗ്യാസ് അടുപ്പിന്റെ തീയിൽ എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും സാധാരണ അടുപ്പിൽ സംഭവം പൊളിയാണ്. ഇവിടുത്തെ ജനങ്ങളും. ദൈവമേ, ബിജു അച്ഛൻ രണ്ടും കൽപ്പിച്ചാണല്ലോ ഇറങ്ങിയിരിക്കുന്നത്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നമുക്ക് നോക്കാം. ജയ് ജീശു. ഇപ്പോഴും നമ്മൾ ഉള്ളത് കുളുങ് എന്ന് പറയുന്ന വില്ലേജിലെ കാറ്റഗിസ്റ്റിൻ്റെ വീട്ടിലാണ്. ഇദ്ദേഹമാണ് ഇവിടുത്തെ കാറ്റഗിസ്റ്റ്, തബാദോളു. ഇത് എൻ്റെ അടുത്തിരിക്കുന്നത് ഇത് അബു നിച്ച്. ഞങ്ങൾ അബു രംഗ്ജോ ഈ ഒരു മെങ്കിയോ മിഷനെ സംബന്ധിച്ച് സെൻറ്റ് പോളാണ്. 1980 കത്തോലിക്ക വിശ്വാസത്തിലേക്ക് വന്ന ഈ മനുഷ്യന് അന്ന് കുളന്തൈ സ്വാമി നൽകിയ പേരാണ് പോൾ. ജീവിതം കൊണ്ട് ആ പേര് അന്വർത്ഥമാക്കിയ ഒരു മനുഷ്യനാണ്. ഞങ്ങൾ ധരിച്ചിരിക്കുന്ന വേഷങ്ങൾ ഒരു വ്യത്യാസം നിങ്ങൾ കാണും. തീർച്ചയായിട്ടും ഇത് പറീജി എന്നാണ് പറയുക. ഇതൊരൊറ്റ തുണിയാണ്. ഒരു തുണി കൊണ്ട് നമ്മൾ മൊത്തം കവർ ചെയ്യുന്നത്. ആണുങ്ങൾ ധരിക്കുന്ന വേഷമാണ്. അതോടൊപ്പം തന്നെ തസങ്, ഇതാണ് ഇവരുടെ സമ്പത്ത്. ഒരു കാലഘട്ടത്തിൽ ഇതിനകത്ത് പല തരത്തിലുള്ള ബീഡ്സ് ഇതിലുണ്ട്. ഇതിന് ഓരോന്നിനും ഓരോ വിലയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ പൂർവികർ ടിബറ്റിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങളാണിത്. ഇവരുടെ സമ്പത്ത് ഇതായിരുന്നു. പണ്ട് ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവർ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. അപ്പം ഒരു ചാക്ക് നെല്ല് കൊടുത്താൽ ഇതിൻ്റെ ഒരു മുത്ത് കൊടുത്ത് ഒരു മുത്തിന് ഒരു ചാക്ക് അരി കിട്ടുമായിരുന്നു, നെല്ല് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. അത് ഒറിജിനൽ സാധനം ഇത് കൂട്ട് മുത്തുകൾ വില കൂടിയതുണ്ട്. ഇപ്പോഴെന്താ പറ്റിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇറങ്ങി ഇവർ ഡാൻസ് കളിക്കാനും ഇതിനൊക്കെ മേടിക്കുന്നത് വില കുറഞ്ഞ സാധനങ്ങളാണ്. പക്ഷേ വില കൂടിയത് വലിയ അതിസമ്പന്നരുടെ കയ്യിൽ ഇതുണ്ട്. പക്ഷേ ഈ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ നിഷി ട്രൈബിന് പുറത്ത് ഈ മുത്തുകൾക്ക് ഒരു വിലയുമില്ല. ഇവർ നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി ഇവർ ഒത്തിരി നമുക്ക് ഇതുപോലെ സമ്മാനം തരും. ഞാൻ 5 വർഷം ഈ മെങ്കിയോയിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്കൊക്കെ സമ്മാനം തന്നു. അപ്പം നമ്മൾ അവരുടെ ഒരു ഫങ്ഷൻ, അവരുടെ പ്രധാനപ്പെട്ട ഉത്സവ സമയങ്ങളിൽ നമ്മൾ അവരുടെ ഈ വേഷമൊക്കെ ധരിച്ച് പോകണം. അതാണ് അവരുടെ അഭിമാനം. അവരുടെ ഭാഷ സംസാരിക്കുന്നു. അപ്പോൾ അവരെ പോലെ ആയിരിക്കുന്ന അച്ഛന്മാർ അവരോടൊപ്പം ഇതേ വേഷം ധരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര അഭിമാനമാണ്. ഇതിപ്പോൾ നമ്മൾ ആണുങ്ങൾ ധരിക്കുന്നതാണ് ഈ മഞ്ഞ കളറുള്ളത്, പെണ്ണുങ്ങൾ ഇതിന് നീല കളർ. നിങ്ങൾ ഡാൻസിൽ ഒക്കെ നോക്കുമ്പോൾ കാണാം ആ പെണ്ണുങ്ങൾ ധരിച്ചിരിക്കുന്നിടത്ത് മുഴുവൻ നീല കളറായിരിക്കും. അതാണ് ഇവിടുത്തെ ഒരു കൾച്ചർ. അതാണ്
ഈ ഒരു വസ്ത്രം നമ്മൾ ധരിക്കുമ്പോഴത്തേക്ക് അവരുടെ സ്നേഹമാണ്, സ്നേഹത്തെ പ്രതിയാണ് നമ്മൾ ഇത് ധരിപ്പിക്കുക. നമുക്ക് ഇതുപോലെ വാളുണ്ട് അല്ലെങ്കിൽ തൊപ്പിയുണ്ട്, ഇതെല്ലാം നമുക്കവർ തന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം ഇടുമ്പോഴത്തേക്കും ഇവർക്കൊരു സന്തോഷം. അപ്പോൾ അവർ വളരെ അഭിമാനത്തോടു കൂടിയാണ് പരിചയപ്പെടുത്തിയത്. ഞങ്ങളുടെ അച്ഛനാണെന്നും പറഞ്ഞ് അവരുടെ ഭാഷയിൽ പരിചയപ്പെടുത്തും, മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് വലിയ അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ആ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളിപ്പം 3 പേരും ഇവിടെ ഇരിക്കുന്നത്. കാരണം അവരിൽ ഒരാളായിട്ട് അവരെന്നെ സ്വീകരിച്ചു. ഇത്രയും കാലം ഇവിടെ വരുന്ന എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്, അവരിൽ ഒരാളായിട്ടാണ് കാണുന്നത്. അതിൽ വളരെ ആനന്ദത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. ഈ 2 വ്യക്തികളെ ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരു മെങ്കിയോ മിഷൻ്റെ ഏറ്റവും പാട്രിയാർക്ക് ഓഫ് മെങ്കിയോ മിഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു മെങ്കിയോയിലെ സഭയുടെ പിതാവാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ. ഏതാണ്ട് 38 വർഷം മുമ്പ് ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയ ഒരു മനുഷ്യനാണ്. അന്ന് മുതൽ പൗലോസിനെ പോലെ തീഷ്ണതയോടുകൂടി നടന്ന മനുഷ്യൻ. ഇവിടെ മെങ്കിയോ പാരീഷിൽ ഏതാണ്ട് 16ഓളം വില്ലേജ് പള്ളികളുണ്ടെങ്കിൽ അതിൽ 3/4 പങ്കും സ്ഥാപിച്ചത് ഈ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ടാണ്. ഇദ്ദേഹത്തോടൊപ്പം ഒത്തിരി പേര് സഹകരിച്ചു, എങ്കിലും പ്രധാന പങ്ക് വഹിച്ചത് അബു രഞ്ജോ ആണ്. ഞങ്ങൾ അബു എന്ന് വിളിച്ചാൽ അപ്പൻ എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഞങ്ങൾ അബു രഞ്ജോ എന്നാണ് വിളിക്കുക. അബു രഞ്ജോ വില്ലേജുകളിൽ കൂടെ കയറി ഇറങ്ങി നടന്നു. ആ കാലഘട്ടത്തിൽ ദൈവം ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടത് വളരെ മനോഹരമായിട്ടാണ്. അത്ഭുതങ്ങളിലൂടെയായിരുന്നു, ഒത്തിരി അത്ഭുതങ്ങൾ. ഈ വില്ലേജിൽ തന്നെ ഇവിടെ ഒരു പള്ളി ഉണ്ടാകാനായിട്ട് കാരണക്കാരനായിരിക്കുന്ന മനുഷ്യനാണ് ഇവിടുത്തെ കാറ്റഗിസ്റ്റായ തബാദോളു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒരു അത്ഭുതം നടന്നു. അത് അബുരഞ്ജോയോടൊപ്പം ഇവിടെ വന്ന ബൊവാത്താരൻ എന്ന് പറയുന്ന ഇറ്റാനാളിൽ നിന്ന് വരുന്ന ഒരു വലിയൊരു കാറ്റഗിസ്റ്റ്, അവിടുത്തെ ഒത്തിരി പഠിത്തമൊക്കെയുള്ള ഒരു കാറ്റഗിസ്റ്റും കൂടെ ക്രിസ്മസ് സമയങ്ങളിൽ ഇവിടെ അച്ഛന്മാർക്ക് വരാൻ സ്വാതന്ത്ര്യമില്ലായിരുന്നു, നിങ്ങൾക്കറിയാം. അങ്ങനെ വന്ന ഒരു സമയത്ത് ഉണ്ടായൊരു സംഭവമാണ്. നമുക്ക് തീർച്ചയായിട്ടും ആ സംഭവം എന്തായിരുന്നു എന്ന് നമുക്ക് ദോളുവിനോട് തന്നെ ചോദിക്കാം. ചിതോളു ചിങ്പ മിറാക്കളക്കു അപ്പാല നul sanggulo ay okay ugu miracles ipaku na sanggulo bingtamta nga ge sanggulo miracle so nga at garja chingma de do buat taring oge tanar ani chirang cho tan oge nawam tana so approaching tamse sarkar do nga aspere nyube pachung ko to so garja so kitole garja so partna mobile ale tare real ku nama ale tula tapo alongam sita ko bongam partna malai ni chirang cho mopojipa ngo o no dro no edugo salpa chinge amgo chingma 1980 lelio ama nage age am kaing ba ഇദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ഇവർ 2 പേരും അബുരഞ്ജോ ഒരു തന ഉണ്ട്, നവം തന എന്ന് പറയുന്ന വേറൊരു മനുഷ്യനുണ്ട്, പിന്നെ ബോത്താൻ. ഇവർ ഇങ്ങനെ സുവിശേഷ പ്രഘോഷം നടത്തിക്കൊണ്ട് ഈ നാട്ടിലൂടെ നടക്കുകയായിരുന്നു. ഈ നാട്ടിലൂടെ നടന്ന് തപ്പോ എന്ന് പറയും, ഇവിടുന്ന് കുറേ മുകളിലുള്ള വേറൊരു വില്ലേജിലാണ് ആദ്യം ഈ പ്രദേശത്ത് പള്ളി ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് അവർ വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് വന്നു എന്നറിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ്, അന്ന് ഇവരൊന്നും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ ഈ മകൻ സുഖമില്ലാതെ കിടന്നു, ഇവിടുത്തെ പൂജാരിയെ കൊണ്ട് പൂജയൊക്കെ ചെയ്യിച്ചു, ഒരു രക്ഷയില്ല. കൊച്ചു മരിക്കുന്ന ഘട്ടത്തിലായപ്പോഴത്തേക്കും ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ആ വില്ലേജിലേക്ക് പോയി, ഇവരുണ്ടെന്ന് പറഞ്ഞ വില്ലേജിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അബുരഞ്ജോയും നബം തന എന്ന് പറയുന്ന സഹോദരനും ഒപ്പം ബോത്താർ എന്ന് പറയുന്ന കാറ്റഗിസ്റ്റും താഴെ നിന്ന് വന്ന കാറ്റഗിസ്റ്റും അവരൊന്നിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇദ്ദേഹത്തിന് സൗഖ്യം കിട്ടി. അങ്ങനെ ഇദ്ദേഹം നടന്ന് തിരിച്ചിവിടെ വന്നു, സ്വന്തം വില്ലേജിലേക്ക് പിന്നീട് നടന്നു വരിക ചെയ്തത്. നാഗെ മെപ്പു പായനം ലോകെ നീ മെലങ്ങെ മങ്ജങ് പക്വായ് മങ്ജങ് ഓക്കെ ഗിർജാക്കമ്മപ്പ. പുള്ളിയുടെ സൗഖ്യം കണ്ടതോടുകൂടി പലരും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായി. അങ്ങനെ അവരെല്ലാവരും കൂടെ ഇവിടെ ഒരു പള്ളി തന്നെ രൂപപ്പെടുത്തുകയും ചെയ്തു. ഓരോ സ്ഥലത്തും പള്ളി രൂപപ്പെടുത്തിയിരിക്കുന്നതിനകത്ത് ഇതുപോലെ വലിയ അത്ഭുതങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇവരോട് കൂടെ വന്ന ഒരു നബം തന എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യന് സൗഖ്യം കിട്ടിയതും ഇതുപോലൊരു ഭയങ്കര അത്ഭുതകരമായ ഒരു സൗഖ്യമാണ്. ഈ പ്രദേശത്ത് ആദ്യമായിട്ട് പള്ളി ഉണ്ടായത് ഇദ്ദേഹത്തിൻ്റെ വില്ലേജിലാണ്, സർച്ചികയിൽ. അങ്ങനെ ഒരു ദിവസം ഈ നബം തനയ്ക്ക് ഭയങ്കരമായ അസുഖമായപ്പോഴത്തേക്കും അവരിങ്ങനെ മറ്റ് പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തി ഒന്നും രക്ഷയില്ലാതെ വന്നപ്പോഴത്തേക്കും ഈ തനാകെ ബർമയാപ്പാന അപ്പൊ ഈ തനായുടെ സഹോദരി അറിഞ്ഞു ഇങ്ങനെ ഒരാൾ സർച്ചികയിൽ അവർ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഈ മനുഷ്യനെ കണ്ടാൽ ചിലപ്പോൾ സൗഖ്യം കിട്ടുമായിരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നു. അച്ചി തനാനി നോ ഉഗുമ്പേ സിമിപ്പു ജിപ്പാ ഉഗുമ്പേ പ്രാർത്ഥന മപ്പാ Pang pala ka ho mga para me yadam
nga do ko bala ilin സിമ്പിൾ ഇഷ്ടമോ simple is lo ngo moglo gilas lo ngo simple is am na la ko so al tel part na matel ngo be man ai jama pa അതെ സി നല്ലൊരു രസകരമായിട്ടാണ് ഇത് പറഞ്ഞത് പുള്ളി. നബം തനയുടെ സഹോദരി ഈ സുഖമില്ലാതെ വന്നപ്പോഴത്തേക്ക് അവരവിടെ പൂജാരിയുടെ പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞ് ഈ സഹോദരി ഇദ്ദേഹത്തെ കാണാനായിട്ട് വന്നു പ്രാർത്ഥിക്കണമെന്ന്. അപ്പം പുള്ളിക്കാരൻ നോക്കിയപ്പോൾ അവിടെ അധികം കത്തോലിക്കരൊന്നുമില്ല, 3-4 പേരൊക്കെ ഉള്ളൂ. അവരെല്ലാം കൂടെ വിളിച്ച് പുള്ളിയുടെ വീട്ടിൽ കൊണ്ടുപോയി. ഇവിടെ എല്ലാവരും കൂടെ വിളിച്ച് ഈ സ്ത്രീയെയും വിളിച്ചിട്ട് പുള്ളിക്കാരൻ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, അതിനകത്ത് കുറച്ച് ഉപ്പിട്ടു, എന്നിട്ട് അതിനെ പ്രാർത്ഥിച്ചു. പുള്ളി ആ വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരൻ കുറച്ച് ഈ സഹോദരിക്ക് കുടിക്കാൻ കൊടുത്തു, എന്നിട്ട് ബാക്കി തളിച്ചു. രോഗി എവിടെയാണ് ഉള്ളതെന്നറിയാമോ? പുള്ളിക്കാരൻ്റെ വില്ലേജിലാണ് ഉള്ളത്. അത് അവിടുന്ന് പിന്നെ 3 മണിക്കൂർ നടന്നു പോകണം ആ വില്ലേജിലേക്ക്. ആ വില്ലേജിലുള്ള രോഗിക്ക് വേണ്ടിയിട്ട് ഈ സഹോദരിയെ കൊണ്ട് ഇച്ചിരി വെള്ളവും കുടിപ്പിച്ചു. എന്നിട്ട് പുള്ളിക്കാരൻ അതെടുത്ത് തളിക്കുകയും ചെയ്തു. എന്നിട്ട് ആ രാത്രി അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ സഹോദരി തിരിച്ച് സഹോദരിയുടെ വില്ലേജിലേക്ക് ചെന്നപ്പോഴത്തേക്ക് നോക്കുമ്പോൾ സഹോദരൻ സൗഖ്യപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി ആ മനുഷ്യനും വളരെ വിശ്വാസിയായി. പിന്നീട് ഇദ്ദേഹത്തോടൊപ്പം ഈ പ്രദേശത്തെല്ലാം നടന്ന് വചനപ്രഘോഷം നടത്തുവാനായിട്ട് പുള്ളി കൂടെ ഉണ്ടാവുകയും ചെയ്തു. ഇനി നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. വർഷങ്ങളായിട്ട് മിഷണറിമാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒത്തിരി പേര് ഇവരെ മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അബു സി കുലു ജീസുനി ചിങ്മാധുഹോ ഓക്കെ സിജെ ജീസുനി ചിങ്ഹോ പില മുൾഗെ സംഗ്നം ഉഗയും റിപ്പ ngol jisu ni chingma da de ko ning de chobo kam yosi bo kam yolo si chin ban tai dukuna opo istilal oyo pusine ning ampura memin bo min sukuna alma pura li chiliali pa osi jangul ge so jisu ni ching ho ko ke so ge jisu ga tugu puye bible oge preaching pura rabli kon ngol ning opo isam kam to kuma oge ning ate jisu ga loge bible oge tu jisu tu go poem tat ko sija ning ate sija mu julai ko ogo yalong se chindo kuma ni ben shari sha ale ma bu gyo bu do kuma ale ja do pa അദ്ദേഹം പറയായിരുന്നു, ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇടയിൽ ഭയങ്കരമായ പ്രതികാരങ്ങളുണ്ടായിരുന്നു. മനുഷ്യരെ പരസ്പരം കൊല്ലുകയും അതുപോലെ തന്നെ മോഷണവും പിന്നെ കുടുംബത്തിലെ കലഹങ്ങളും ഒത്തിരി മദ്യപാനവും കഞ്ചാവ് കൃഷിയും അങ്ങനെയുള്ള ഒത്തിരി അധാർമികമായ കാര്യങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞതോടുകൂടി ഞങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ മാറ്റമുണ്ടായി. അത് വളരെ പ്രകടമായിട്ട് തന്നെ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു പൊതുവേ നോർത്ത് ഈസ്റ്റിലെ ഗോത്രങ്ങളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രതികാരമാണ്. ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ മരിച്ച ആളുടെ ബന്ധുക്കൾ കൊന്നയാളെ കൊന്ന് രണ്ടുപേരും ഒന്നിച്ചടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇനി അങ്ങനെ കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ കൊല്ലാൻ കിട്ടുന്നവരെ ഒരുപക്ഷെ ബോഡി അവിടെ കാത്തു വെക്കും. അതല്ലെങ്കിൽ ഈ കൊന്നയാളുടെ വീട്ടിൽ മരിച്ചയാളെ കൊണ്ടുപോയിട്ട് അടക്കും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കാമെങ്കിലും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇടവകയിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവസാനം പ്രതികാരം ചെയ്താൽ അച്ഛന്മാർ ഇവിടെ നിന്ന് പോകുമെന്ന് വരെ പറയേണ്ടി വന്നു. അങ്ങനെ അവരെ പ്രതികാരത്തിൽ നിന്നും ക്ഷമയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അവർ ആ പ്രതികാരത്തിൽ നിന്ന് മാറി. പിന്നീട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിച്ചു. ഇത് ഇവിടെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പെർസിക്യൂഷൻ അനുഭവിച്ച ഒരു വ്യക്തിയും കൂടെയാണ് അബുരഞ്ജോ. നോകെ കുസ്തോ ഹിന്ദർ ജീസുക്കെ തുകുംപി തംസർദ് ബെനോ ഇത് കുസ്തോ റിപ്പ ഹിന്ദർ ജിപ്പാര അന്യോ കുഗ്യോപാര ലെപ്താരെ ngolge so baptiso ngokam no bosor am yo fati ngol so ketle gerjari de ko ngol ning gan partna kalo hoge tosup kaya pakalana ngam jebakal pabakal so oyo pusela yum kala rumba kam matawong ai go dopa hoge ngam tokamelenga adin melenga oga poro melenga sakper melenga pura pain papa ninga asa ninga ngam no so go gerja ba alel so preaching makarla ngam tamsal serkardan
boleh ya aku kalau dari satu kuan ini ya algo kunyit kan. Malangnya berpalai, oh cincin lah ikut. Ate kerja di rumah ko. ഇവര് പിന്നെ പുള്ളിക്കാരൻ പല സ്ഥലങ്ങളിലും പോയ ഈ ഗോസ്പൽ ടൂറിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പലരും അത് അനുവദിക്കാതെ അവരുടെ വില്ലേജുകളിൽ ഇദ്ദേഹത്തിന് ഫൈൻ അടിച്ചു. ഇവരുടെ ഒരു സിസ്റ്റമാണ് ഫൈൻ അടിക്കുക എന്ന് പറയുന്നത്. അത് പണമായിട്ടും അദ്ദേഹത്തിന് തുണിയായിട്ടും അദ്ദേഹത്തിൻ്റെ വാളും അങ്ങനെ എല്ലാം പുള്ളിക്കുള്ളതെല്ലാം ഇവർ ഓരോ സ്ഥലത്ത് പിന്നെ വചനപ്രഘോഷത്തിന് പോകുമ്പോൾ അവർ ഫൈനായിട്ട് മേടിക്കുമായിരുന്നു. അപ്പോൾ എന്നിട്ടും പുള്ളി നിർത്തിയില്ല, പുള്ളി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പുള്ളി പലയിടത്തും പോയി പ്രാർത്ഥിക്കും, പലർക്കും സൗഖ്യം കിട്ടും. എന്നാലും വിശ്വാസമില്ലാത്ത ചില അവിടുത്തെ നേതാക്കന്മാർ ഇദ്ദേഹത്തിന് ഫൈൻ അടിക്കും. പക്ഷെ അദ്ദേഹം അവസാനം പുള്ളി പറയാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് അസുഖം വരുമ്പം അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഞങ്ങൾ ചെയ്ത തെറ്റായിപ്പോയി, ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയും. അവരെല്ലാവരും തന്നെ പിന്നീട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ട് തീർന്നു എന്നുള്ളത് വളരെ ആനന്ദകരമാണെന്ന് പുള്ളി പറയായിരുന്നു. ഇത് തന്നെയാണ് ഈ ഒരു മിഷനിലെ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥ. അൽമായരാൽ രൂപപ്പെട്ട ഒരു സഭാ സമൂഹം. ഇവിടെ വൈദികർക്ക് കടന്നു വരാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ഇതുപോലെ തീഷ്ണതയുള്ള അൽമാരെ ദൈവം ഉയർത്തിയതാണ്. അതിനകത്തൊരു സംശയമില്ല. ഇന്നും ഈ മനുഷ്യൻ ധീരതയോടുകൂടി സഭയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. ഇന്ന് ഇദ്ദേഹം ദോളു ഈ വില്ലേജിലെ കാറ്റഗിസ്റ്റാണ്. ഇദ്ദേഹത്തിൻ്റെ മക്കളാണെങ്കിലും എല്ലാവരും ദൈവത്തിൻ്റെ വഴിയിലും വളരെ മനോഹരമായിട്ട് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഇവരെ ഒക്കെ അഭിനന്ദിക്കേണ്ട. ഒപ്പം ദൈവം ഇവരോട് എന്തുമാത്രം കരുണ കാണിക്കുന്നു, ദൈവം ഇവരെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവം ഇവരെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇവർക്ക് അനുയോജ്യരായവരെ അയച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇവരെ പോലെ അനേകർ ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇവർ അനേകം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വിശ്വാസത്തിന് നമുക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യകാലത്ത് ഇവിടെ കടന്നു വന്ന എല്ലാ വൈദികരെയും കൊണ്ടുവന്ന ഇദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ഇനി അദ്ദേഹത്തോട് ചോദിക്കുന്നില്ലെങ്കിൽ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന വില്ലേജിലേക്ക് ഒരച്ഛൻ 25 വർഷം മുമ്പ് വന്ന ഒരച്ഛൻ നടന്ന് കാലിന് നീര് വെച്ചു. ഒടുവിൽ ഇവർക്ക് ഏത് വിധേനയും ഇവർക്ക് ആ അച്ഛനെ കൊണ്ട് അടുത്ത വില്ലേജിൽ കുർബാന ചെല്ലിച്ചാണ്. കാരണം ആൾക്കാരവിടെ കാത്തു നിൽക്കുക. ഒടുവിൽ ഇവർ 2 പേര് ചേർന്ന് അച്ചി തനയും ഈ അബു രഞ്ജോയും ചേർന്ന് തോളയിൽ ചുമന്നുകൊണ്ട് അച്ഛനെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് അവർ ചുമന്ന് വില്ലേജിലെത്തിച്ച് അവിടെ കുർബാന ചൊല്ലിയ കഥ ഒരിക്കലും അദ്ദേഹം പറയണ്ടായി. അത്രമാത്രം തീഷ്ണതയോടുകൂടി ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദാഹിക്കുന്ന ജനത്തിന് ദാഹജലം കൊടുക്കാനായിട്ട്, അവർക്ക് കൂടുതലായിട്ട് ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ജയിച്ചു. ജീവിതയാത്രയിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അബു രഞ്ജോയ്ക്കും ഇവിടുത്തെ ജനങ്ങൾക്കും നല്ലൊരു ഭൂതകാലമല്ലായിരുന്നു നമ്മുടെ ഈ ലോകം സമ്മാനിച്ചത്. ഇവരുടെ ജീവിതത്തിലുടനീളം അടിച്ചമർത്തലിൻ്റെയും ചൂഷണത്തിൻ്റെയും കാലങ്ങളായിരുന്നു. എല്ലാം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. തൻ്റെ പൂർവികർ അനുഭവിച്ച യാതനകൾ ഒരിക്കലും തൻ്റെ പിൻഗാമികൾക്ക് വരരുതെന്ന് ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഈ ഗോത്രവർഗക്കാരെ അപേക്ഷിച്ച് അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്നാണ് അബു രഞ്ജോ പറയുന്നത്. അന്നത്തെ ഭീകരമായ അന്തരീക്ഷത്തിന്റെ പ്രകമ്പനം ഇന്നും ഈ ഉടവാളിൽ സ്പന്ദിക്കാറുണ്ട്. എന്തിനും പ്രതികാരം, അതായിരുന്നു അന്നത്തെ ഈ ഗോത്ര ജനതയുടെ സിദ്ധാന്തം. ഇന്ന് ഈ ആയുധം പശ്ചാത്താപത്തോടെ ഉറയിലിടാൻ ഇവർക്ക് നൽകുന്ന ശക്തിയെ നേരാംവണ്ണം ഇവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൽ നിന്നാണ് ആ ശക്തി സ്രോതസ് എന്ന സത്യം. ദൈവത്തിന് മഹത്വം.